ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ വീണ്ടും ഇന്ന് രാവിലെ തന്നെ പെട്ടി ഇങ്ങടക്ക് എടുത്തിട്ട് പോണത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നീറ്റ് എക്സാം എഴുതാനാണ് ഗൈസ്. മുഖം കണ്ടാ വിചാരിക്കും ഒട്ടും ഫിയർ അല്ല, പക്ഷെ ഒടുക്കത്തെ ഫിയർ ആയിരുന്നു. ഒരു നല്ല കാര്യത്തിന് പോണില്ല വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ സെന്റർ കളമശ്ശേരിയായിരുന്നു, വീടിന്റെ അടുത്ത് കുറച്ചുള്ളൂ, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ബൈ ദ ബൈ എന്റെ വാപ്പ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഖത്തറിക്ക് പോയി. സോ ഇന്ന് എക്സാമിനുണ്ടാണ് എന്റെ കൊച്ചാന്ന് പറയുമ്പോ വാപ്പാടനി ഫിയർ ആൻഡ് ടെൻഷൻ ആയോണ്ടോന്ന് തോന്നുന്നുണ്ട്. ബുക്ക് ഓർന്നിട്ട് ഒന്നും തലേക്കേറുണ്ടായില്ല. തലേക്കേറില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കാൻ പാടില്ല, അപ്പൊ അങ്ങടെ അടച്ചു വെക്കണം, ഇല്ലെങ്കിൽ എന്നാണുള്ളതും പോവും. ഫിയർ ആയിട്ട് കണ്ടില്ലേ, ഫേസ് എന്താണ്ട് കടന്നൽ കൂടിയോണ്ടിരിപ്പുണ്ട്. സമയം ഏതാണ്ട് 9 മണിയായിട്ടുള്ളൂ. ലുക്ക് അറ്റ് ദർ ഡിറ്റർമിനേഷൻ. അവരുടെ പാലം പണി തുടങ്ങിയോടാ. എന്താണല്ലേ ജീവൻ മരണ പോരാട്ടം. ആൻഡ് ഫൈനലി വി സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് അവർ സെന്റർ. ഒന്നറിയില്ലെങ്കിൽ എന്താണ് എല്ലാം അറിയാന്നുള്ള ഭാവത്തിൽ അങ്ങോട്ട് കയറി പോലെ. എന്റെ ചുറ്റും വന്ന് നിൽക്കണ ഞങ്ങളൊക്കെ പഠിച്ചവന് കൊടുക്കത്ത പഠിപ്പുള്ളൂ. ഞാൻ പിന്നെ എന്ത് കാണി എല്ലാം അറിയാന്നുള്ള അഹങ്കാരത്തിൽ ഞാൻ അവരുടെ കൂടി കട്ടക്ക് പിടിച്ചു. അങ്ങനെ ആഫ്റ്റർ എ ലോങ് വൈൽ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി. ബൈ ദ വേ എക്സാമിനെ പറ്റി പറയാനാണെങ്കിൽ കയറിയപ്പോ തന്നെ ഫുൾ സെക്യൂരിറ്റി, അപ്പൊ തന്നെ പാതി ജീവൻ അപ്പൊ പോയി. പിന്നെന്ത് ബാക്കി പറയണ എയർപോർട്ടിന്റെയും കഠിനമായ സെക്യൂരിറ്റി ചെക്ക്. അങ്ങനെ ഗൈസ് എങ്ങനെയൊക്കെയോ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് പുറത്തു പോണു. ഗൈസ് പോണ വഴിക്ക് എന്താണ് ഓസിന് കുറച്ച് പേപ്പറും കിട്ടി. വീട്ടിൽ ചെന്നാണ് ബോട്ടുണ്ടാക്കി കളിക്കുക. അങ്ങനെ ഞാൻ കാറി കയറി പോണാണ്. കയറിപ്പോണെങ്കിലാ വീട്ടിലെ ഫുള്ള് കുട്ടി പട്ടാളങ്ങളുണ്ട് കാറില്. എക്സാമിന് ക്ഷീണിച്ചാൽ ഞാനാണെങ്കിൽ വെള്ളം കൊടുക്കണ്ടാവാനിക്കാണ്. ആയിരിക്കും എന്റെ എനിക്ക് ഇവളെന്താണ് ഹാഫിലെത്താവാൻ വേണ്ടി അന്ന് കൊണ്ടാക്കി. കുട്ടിക്ക് എന്താണ് സ്ഥലം നന്നായിട്ട് അങ്ങോട്ട് പിടിച്ചു. പിന്നെ എന്ത് തലകണി കെട്ട സാധനങ്ങളൊക്കെ എടുത്ത് അവളവിടെ കൊണ്ടാക്കി. ഇതാണ് അവളുടെ കാക്കാവൻ, അവിടെ ഹാഫിലാവാൻ പഠിക്കണേണ് ഓൾറെഡി. അങ്ങനെ അവരെ അവിടെ ആക്കി അങ്ങനെ ഇനി ടാറ്റ ബൈ ബൈ പറഞ്ഞ് അങ്ങ് പോകും. എക്സാമിന്റെ ഫിയറാറിനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഇതേ പോണ വഴിക്ക് മന്തിയും കഴിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇനി എന്ത് ഇനി നേരെ വീട്ടിക്ക്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെ. ശരി, നോക്കെ ബൈ, ഫോളോ ആയിക്കോട്ടെ.